മാധ്യമപ്രവർത്തകർ പ്രമുഖ മാധ്യമപ്രവർത്തകർ എന്ന് പ്രത്യേകം പറയണം. എന്ന് വെച്ചാൽ UDFിൻ്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകർ അവർക്ക് പോലും കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പിണറായി വിജയനെതിരെ ചോദിക്കാം, സർക്കാരിനെതിരെ ചോദിക്കാം, മന്ത്രിമാർക്കെതിരെ ചോദിക്കാം, CPMനെതിരെ ചോദിക്കാം, പയ്യന്നൂർ ചോദിക്കാം, തളിപ്പറമ്പ് ചോദിക്കാം. അപ്പോഴൊക്കെ വളരെ ആവേശത്തോടെ മറുപടി പറയും കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കൾ. എന്നാൽ അവരോട് വയനാട് എന്ന ഒരു വാചകം മിണ്ടിപ്പോകരുത്. വയനാടിലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും എന്ന് പോലും ചോദിക്കാൻ ആദ്യം വയനാട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും നമ്മുടെ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും. അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട് മലയാള മനോരമ ന്യൂസിന്റെ ലേഖകൻ ചോദിച്ചു, മുണ്ടക്കൈ ചുരന്മല ഫണ്ടുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന്. എന്തെങ്കിലും അനുകൂലമായി പറഞ്ഞോട്ടെ, LDFനെതിരെ CPMനെതിരെ 4 വാക്ക് പറഞ്ഞോട്ടെ, അത് ഹെഡ്ലൈനിൽ കൊടുക്കാമല്ലോ എന്നൊക്കെ ധരിച്ചായിരിക്കണം മനോരമ ന്യൂസിന്റെ ലേഖകൻ സണ്ണി ജോസഫിനോട് ഈ ചോദ്യം ചോദിച്ചത്. എന്നാൽ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഞെട്ടിച്ചു കളഞ്ഞു നമ്മുടെ മനോരമ ലേഖകനെ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചൂടാകുന്നത് എന്നുവരെ ചോദിക്കേണ്ടി വന്നു മനോരമ ലേഖകന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട്. നമുക്ക് അതൊന്ന് കേൾക്കാം. UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഈ വയനാടുമായി ബന്ധപ്പെട്ട ഫണ്ട് ഫണ്ട് കളക്റ്റീവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വാട്ട് യു മീൻ? അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുണ്ട്. എന്താ പറഞ്ഞത്? ക്രമക്കേടൻ ഒന്ന് പറഞ്ഞേ, ക്രമക്കേട് ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അല്ല, അതിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപിക്കപ്പെടുന്നത്. എന്താ ഒന്ന് പറഞ്ഞേ, ആരോപിച്ച എന്താന്നൊന്ന് പറഞ്ഞേ, എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, അതിൽ എന്താന്നൊന്ന് പറഞ്ഞേ. അല്ല, ഞാൻ പറയാം, എന്താന്നൊന്ന് പറഞ്ഞേ. പറയാം. അതായത് ശബരിമല കൊള്ള പോലെയാണോ? അയ്യപ്പ സംഗമത്തിലെ കൊള്ള പോലെയാണോ? എന്താന്നൊന്ന് പറഞ്ഞേ. 10 പൈസയുടെ ക്രമക്കേടില്ല, 10 പൈസയുടെ ക്രമക്കേടില്ല, 9 പൈസയുടെ ക്രമക്കേടില്ല. ഞാനാ KPCC പ്രസിഡന്റ്, ഞാനാ മാധ്യമങ്ങളോട് പറഞ്ഞ, ജനങ്ങളോട് പറഞ്ഞ 10 രൂപയുടെ ക്രമക്കേടില്ലെന്ന് കേട്ടോ. അതൊന്നും വിലപ്പോയില്ല. അതിന്റെ പേരിലൊന്നും ശബരിമല കൊള്ള 5 കോടിയിലധികം രൂപ കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ അതെല്ലാം കൃത്യമായ തെളിവുകളുണ്ടോ? ഫണ്ടിന് മാത്രമാണോ? ശരി പ്രസിഡന്റ്, വേറെ പണിയുണ്ട് എനിക്ക് കേട്ടോ. അല്ല, ഇതിനകത്ത് ഇത്ര പ്രകോപിതരാവേണ്ട കാര്യം എന്താ? എനിക്ക് വേറെ പണിയുണ്ട്. സമയം പ്രകോപിതരാവേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ അനാവശ്യ ചോദ്യം ചോദിച്ചോണ്ട്. അല്ല, അനാവശ്യ ചോദ്യമാണോ? പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല, അനാവശ്യ മലയാളം പറഞ്ഞാൽ മനസ്സിലാവോ? അനാവശ്യ ചോദ്യമാണോ? തീർത്തും അനാവശ്യ ചോദ്യം. ബന്ധപ്പെട്ട കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചല്ലോ. നിങ്ങൾക്കറിയാവോ, 9 പൈസയുടെ അഴിമതിയില്ലാത്ത, തിരിമറിയില്ലാത്ത, വ്യത്യാസമില്ലാത്ത ഒരു കണക്ക് ഞാൻ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും അതിന്റെ ചുറ്റും നടക്കുന്നത് സ്വാഭാവിക ചോദ്യം. ന്യായമായിട്ട്, യുക്തിഭദ്രമായിട്ട്, സത്യസന്ധമായിട്ട് ചോദ്യം ചോദിക്കണം. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ മീഡിയ. അതിൽ കൂടുതൽ പണം വന്നിട്ടുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ വരുന്നു. പുറത്തുവിട്ട കണക്കുകൾ മാത്രമല്ല എന്നൊക്കെയാണ് ആരോപണങ്ങൾ. അത് മുഖ്യമന്ത്രി പറഞ്ഞ ഭാഷ ഞാൻ പറയുന്നില്ല കേട്ടോ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് ഇത്. KPCC പ്രസിഡന്റിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചോളൂ, അപ്പോഴും ഇതേ പ്രതികരണം തന്നെയാണ് അദ്ദേഹവും നൽകുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചതേയുള്ളൂ വയനാടിനെ കുറിച്ച്. അപ്പോൾ തന്നെ വാർത്താ സമ്മേളനം മതിയാക്കി ഓടി VD സതീശൻ. തൊട്ടടുത്ത് AICC ജനറൽ സെക്രട്ടറി ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായ KC വേണുഗോപാലിന് ചോദിച്ചപ്പോഴും നമസ്കാരം എന്ന് പറഞ്ഞ് ഓടുന്ന KC വേണുഗോപാലിനെയും നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളോട് ഇപ്പോൾ വയനാട് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനോട്, പ്രതിപക്ഷ നേതാവ് VD സതീശനോട്, KC വേണുഗോപാലിനോട് തുടങ്ങിയവരോടൊന്നും വയനാട് ഫണ്ട് എന്ന ഒരു വാക്ക് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ഫണ്ട് മുക്കി എന്നത്, ഫണ്ട് പിരിച്ച് അത് സംഘടനാ ആവശ്യങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു എന്നത് നാട്ടിൽ പാട്ടായിരിക്കുന്നു. നാട്ടുകാർ അതൊക്കെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അഥവാ ചോദിക്കുന്നില്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ കോൺഗ്രസ് നേതാക്കളോട് ഇക്കാര്യം ചോദിക്കാത്തത് എന്ന് വരെ നമ്മുടെ സാധാരണ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തിന് ഇരയായവരുടെ ചോര വിറ്റുണ്ടാക്കിയ പൈസയാണ്. ആ പണം ഉപയോഗിച്ച് സംഘടനാ പ്രവർത്തനം നടത്തുന്നു. കോൺഗ്രസിന്റെ നേതാക്കളോട് LDFന്റെ CPMന്റെ നേതാക്കൾ ചോദിച്ചതുപോലെ നിങ്ങൾ ഒട്ടിക്കുന്ന പോസ്റ്ററിന്റെ പിറകിലുണ്ട് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ ചോരയുടെ മണം എന്ന് പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ.